അവിടെ ഒരു VIP ടാക്സിയിൽ കയറിയ ഭിക്ഷക്കാരിയോട് ടാക്സി ഡ്രൈവർ കാറിൽ നിന്ന് ഇറങ്ങി പോവാനായിട്ട് പറയുന്നു. അപ്പൊ അവള് എന്റെ കയ്യിൽ പണം ഉണ്ടെന്ന് പറഞ്ഞ് കുറെ ക്യാഷ് അവന് കാണിച്ചു കൊടുക്കും. പക്ഷേ ഭിക്ഷക്കാരിയെ ആ VIP ടാക്സിയിൽ കയറ്റി കഴിഞ്ഞാൽ തന്റെ ജോലി പോകുമെന്ന് പേടിച്ചു പോയ അവളെ ആ ടാക്സിയിൽ ലോക്ക് ചെയ്തിട്ട് പോലീസിനെ വിളിച്ചോണ്ട് വരുന്നു. എന്നാൽ പോലീസ് വന്ന് നോക്കുമ്പോഴേക്കും അവള് മേക്കപ്പ് ഒക്കെ ചെയ്ത് റിച്ച് ലുക്കിൽ ഇരിക്കുന്നത് കണ്ട് പോലീസുകാര് ആ ടാക്സി ഡ്രൈവറിനോട് അവളെ എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവിടാനായിട്ട് പറയുന്നു. അങ്ങനെ പിന്നീട് ഡ്രൈവർ അവള് പറഞ്ഞതുപോലെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ ഒരു പണക്കാരനുമായിട്ട് തനിക്ക് ഡേറ്റിംഗ് ഉണ്ടെന്ന് അവള് ഡ്രൈവറിനോട് പറയുന്നു. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞതും ആ പണക്കാരൻ ബില്ല് കൊടുക്കാതെ അവിടെ നിന്ന് മുങ്ങിയിട്ട് ടാക്സിയിൽ കയറുന്നു. പണക്കാരനാണെന്ന് പറഞ്ഞ് അവൻ ആ ഭിക്ഷക്കാരിയെ പറ്റിക്കുകയായിരുന്നെന്ന് മനസ്സിലാക്കിയ ടാക്സി ഡ്രൈവർ അവനെ ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കെട്ടിയിടുന്നു. ഇതേ സമയം ബില്ലടയ്ക്കാനായിട്ട് ക്യാഷ് ഇല്ലാതെ ഇരിക്കായിരുന്ന ആ ഭിക്ഷക്കാരിയുടെ അടുത്തേക്ക് ആ ടാക്സി ഡ്രൈവർ പോവുകയും അവളുടെ ബില്ല് അവൻ അടയ്ക്കുകയും ചെയ്യുന്നു. പിന്നീട് അവനെ അവളെ ആ ഹോട്ടൽ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ഇവന് ഒരു കള്ളനാണെന്നുള്ള സത്യം അവളോട് പറയുന്നു. ഇത് കേട്ട് ഷോക്കായി പോയ അവള് പരിചയം പോലും ഇല്ലാത്ത തന്നെ രക്ഷിച്ച ആ ടാക്സി ഡ്രൈവറിനോട് നന്ദി പറഞ്ഞ് അവർ നല്ല ഫ്രണ്ട്സായി മാറുന്നു. എന്നാൽ അപ്പോഴേക്കും ആ കള്ളന് അവർ രണ്ടുപേരെയും കെട്ടിയിട്ടിട്ട് അവിടെ നിന്ന് ഓടിപ്പോന്നു. പിന്നീട് സൗണ്ട് കേട്ട് അങ്ങോട്ട് വന്ന ഹോട്ടൽ മാനേജറിനോട് ടാക്സി ഡ്രൈവർ അവർ ഈ റൂം നന്നായി ഇഷ്ടപ്പെട്ടെന്നും ഇവിടെ 2 ദിവസം താമസിക്കാൻ പോവാണെന്നും പറയുന്നു. കാരണം ടാക്സി ഡ്രൈവറിന് ആ ഭിക്ഷക്കാരിയെ നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. ആക്ച്വലി അവന്റെ കയ്യിലും റൂമിന് കൊടുക്കാൻ പണമൊന്നുമില്ലായിരുന്നു. പക്ഷേ അവളുടെ സന്തോഷത്തിന് വേണ്ടി അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ട അവൾക്ക് അവനോട് ഇഷ്ടം തോന്നുകയും അങ്ങനെ അവസാനം അവർ രണ്ടുപേരും കല്യാണം കഴിക്കുന്നു.